ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. വേറൊന്നുമല്ല ഗൈസ്, എന്താ ചെയ്യുക, കുട്ടീനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ലാത്ത ടാസ്ക് തന്നെയാണ്. പിന്നെ ഒന്നിനും അവൻ സമ്മതിക്കാറില്ല. അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇന്നലെ കുട്ടീനെയും കൊണ്ടൊന്ന് ഔട്ടിങ്ങിന് പോയ ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ആൾക്ക് ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളിവനെ കൊണ്ടുപോയിട്ടുണ്ട്, 6 മാസത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയി. അതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. വേറെ ഒന്നും ഉണ്ടല്ല, ബീച്ച് പോയി ഒരു 1 വീക്ക് കഴിഞ്ഞ് പിന്നെ അവൻ കിടപ്പിലാവും, പനി വരും. അതുകൊണ്ടാണ് മാക്സിമം കൊണ്ടുപോകാത്തത്. ആളുടെ ബോഡിയൊക്കെ കുറച്ച് വീക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ യെസ്റ്റർഡേ ആൾ തകർത്തു. അതിൻ്റെ എല്ലാ കോട്ടയും അവൻ അങ്ങ് തീർത്തു അവൻ്റെ അച്ഛൻ്റെ കൂടെ. ഒന്നും പറയണ്ട, ഓടിക്കളിക്കൽ, കാക്കയെ കാണുമ്പോൾ ഓടിപ്പിടിക്കാൻ പോകും. ഒരുപാട് കാക്കകളുണ്ടായിരുന്നു. കാക്ക എന്ന് പറഞ്ഞാൽ ജീവനാണ് ആൾക്ക്. കാക്ക കാക്ക എന്ന് പറഞ്ഞ് കാക്കേൻ്റെ പുറകെ നടന്നു. പിന്നെന്ത് പറയാനാ, ആള് ഹാപ്പി. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി ഹാപ്പി ആയിട്ട് കാണുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷം തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റി. എന്നിട്ട് അവൻ ഈ മണലിൽ എന്താ പറയുക, കാല് കുത്താനും അത്ര ഇഷ്ടമല്ല. കുറച്ച് വൃത്തിക്കാരനാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പം ഞങ്ങൾ ഈ ചെരുപ്പൊന്ന് ഊരി വിട്ട് കൊടുത്തപ്പോൾ അമ്മ ചെപ്പിട്ടുതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ആൾ ചെരുപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ആക്റ്റീവ്നെസ്. പിന്നെ നമ്മൾ 2-3 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവന് വിശന്നപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തു. അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഗൈസ്, വേറെ ഒന്നുമല്ല. ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കൊടുത്തത്, ബനാന ഷേക്ക്. അത് അവൻ കുടിച്ചു. അതിനുശേഷം ഡൈപ്പറൊക്കെ ആൾക്ക് ചേഞ്ച് ചെയ്ത് ആളെ ബീച്ചിൽ കളിച്ച് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ മാറ്റിക്കൊടുത്ത ആൾ ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ പാർക്കിൽ പോയായിരുന്നു. പാർക്കിൽ എല്ലാത്തിലും കയറില്ല, ആൾക്ക് ഇതൊക്കെ കണ്ടാൽ മതി. ആൾക്ക് അങ്ങനെ ആ പാർക്കിലുള്ള അതിലോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാനാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അതെ, അപ്പോൾ കുറേ ഇങ്ങനെ കൊണ്ട് നടന്ന് കാഴ്ചകൾ കാണിച്ചത് കൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയത്തും എനിക്ക് ഉമ്മ വരുന്നുണ്ട് ഗായ്സ്, എന്ത് പറയാനാ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിയുടെ കാര്യം. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി, ആ ഒരു കിട്ടുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഹെവൻ അല്ലേ. ഭൂമിയിൽ എവിടെയായാലും ഹെവൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ എൻ്റെ ഹെവൻ ഇവർ തന്നെയായിരുന്നു. എന്തോ പറയാൻ, കുറേ നാളായിട്ട് ഇങ്ങനെ അടഞ്ഞൊരു, ഞങ്ങൾ എവിടെയും പോകലില്ല, ഞങ്ങൾ റൂമിൽ തന്നെ. ഞാൻ അവനെ പുറത്തോട്ടൊന്നും അധികം ഇറക്കാറില്ല. വേറൊന്നുമല്ല, ഇപ്പോൾ പാമ്പുകളുടെയൊക്കെ ഒരു ഇതാണല്ലോ, പാമ്പിൻ്റെയൊക്കെ എവിടെ നോക്കിയാലും പാമ്പ് കടി തന്നെയാണ് വാർത്തകൾ കേൾക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും വിടില്ല. ഈ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുക. ഈ 3 മാസം പാമ്പുകൾ ഇണചേരുന്ന ടൈമാണ്. പ്രത്യേകിച്ച് വിഷപ്പാമ്പുകളാണ്, അലി എന്ന പോലുള്ള പാമ്പുകൾ. അതുകൊണ്ട് കഴിവതും കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡോറുകളൊക്കെ അടച്ച് സുരക്ഷിതത്വമായിട്ട് ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടീനെ അധികം ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകാറൊന്നുമില്ല. അങ്ങനെ ഇരുന്നിട്ട് അവന് ബോറടിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇറക്കിയതാണ്. ബോറടിച്ചു. അവൻ ഓൾറെഡി ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ പുറം ലോകം കാണുമ്പോൾ അവനൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്, ഓടിച്ചാടി നടക്കാൻ ഇഷ്ടമാണ്, കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്. അതാണ് എൻ്റെ കുഞ്ഞാവ. അപ്പം അവൻ ഇന്നലെ ഓക്കെ ആയിരുന്നു. ഞങ്ങളതിലും വളരെ ഓക്കെ ആയിരുന്നു. നല്ലൊരു ഹാപ്പി സൺഡേ ആയിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത്. ലാസ്റ്റായിട്ട് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ